ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോയുടെ ഓഡിയോയുടെ സൗണ്ട്, അതായത് ഓഡിയോയ്ക്ക് സൗണ്ട് കുറവാണെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ ഓഡിയോയുടെ സൗണ്ട് കൂടുതലാണെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? അതിന് ആ ക്ലിപ്പ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ട എഫക്ട് കൺട്രോൾ കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഓഡിയോ കൊണ്ടുള്ള ഓപ്ഷൻ കാണും. ഓഡിയോ കൊണ്ടുള്ള ഓപ്ഷനിൽ സബ് ഓപ്ഷൻ ആയിട്ടുള്ള ലെവൽ കാണും. അവിടെ 0 ഡെസിബിൾ എന്ന് പറയാൻ പറ്റും. നമുക്ക് സൗണ്ട് ഇൻക്രീസ് ആണ് ചെയ്യണമെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ടൈപ്പ് ചെയ്യുക, ഡിക്രീസ് ആണ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് വാല്യൂ. പിന്നെ ഞാൻ ജസ്റ്റ് 5 ടൈപ്പ് ചെയ്തിരിക്കും. അതിന് മുന്നേ ഈ ഓഡിയോയുടെ സൗണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വീഡിയോ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തതിനു ശേഷം ആ വീഡിയോ നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യണം. ആ ഓഡിയോയുടെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യണം. സൗണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യണം. ഇൻക്രീസ് ചെയ്ത് ഫയൽ പോയതിനു ശേഷം എക്സ്പോർട്ട് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യും. ജസ്റ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ 15 ഡെസിബിൾ ഞാൻ -15 ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇനി ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഓൺ ആവും. വീഡിയോ കൊണ്ടുള്ള ഓപ്ഷൻ സെലക്ട് കണ്ട വീഡിയോ ഓഡിയോ നന്നായി കുറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഇത് കൂട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും മാനുവലായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ അടുത്തേക്ക് വരുമ്പോൾ കണ്ട റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒരു കറുത്ത ഒരു ഏര കാണാൻ പറ്റും. അപ്പൊ റൈറ്റിലേക്ക് നിൽക്കുകയാണെങ്കിൽ വാല്യൂ കൂടുതൽ കാണാൻ പറ്റും. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുക. ലെഫ്റ്റിലേക്ക് പോയിട്ട് ഇതാക്കുകയാണെങ്കിൽ കുറേ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പ്രീസെറ്റ് വാല്യൂ കൂടുതൽ ഓഡിയോ കൂടുതൽ കാണാൻ പറ്റും. നമുക്ക് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഞാൻ ജസ്റ്റ് 0 ടൈപ്പ് ചെയ്യണം. എൻ്റെ നമ്മുടെ റെസൊല്യൂഷൻ കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി, ഒന്നെങ്കിൽ ഈ ഓഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ഗെയിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, ഓഡിയോ ഗെയിൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെറ്റ് ഗെയിൻ ടു ഇപ്പോൾ 0 ഡെസിബിൾ ആണ്. ഞാൻ സെറ്റ് ഗെയിൻ്റെ അവിടെ ജസ്റ്റ് 0 അവിടെ ഞാൻ ജസ്റ്റ് ഒരു 10 ടൈപ്പ് ചെയ്തിരിക്കും. 10 ടൈപ്പ് ചെയ്തു, ഓക്കെ അടിച്ചു വരിക്കും. ഇപ്പോൾ കണ്ടോ സൗണ്ട് കൂടിയിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഓൺ ആക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, പഠിക്കാൻ പോകുന്നത് ഒരു വീഡിയോ എനിക്ക് സൗണ്ട് കുറയ്ക്കണം അല്ലെങ്കിൽ ഇനി എക്സ്ട്രാ കുറച്ചുകൂടി കൂട്ടണമായിരിക്കും. അപ്പോൾ വീണ്ടും ഓഡിയോ ഗെയിൻ നിൽക്കുക. ഓഡിയോ ഗെയിൻ നിൽക്കിയിട്ട് നമുക്ക് സെറ്റ് ഗെയിൻ ഒന്നെങ്കിൽ 10ന്റെ അവിടെ നിന്ന് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇവിടെ 15 വേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് 15 ടൈപ്പ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഗെയിൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ് ഗെയിൻ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു സ്വല്പം സൗണ്ട് കൂടി മതി. അപ്പോൾ അഡ്ജസ്റ്റ് ഗെയിൻ്റെ അവിടെ ഞാൻ 5 ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് ഗെയിൻ 15 ആവും. അതായത് ഈ 5 കൂടി ആഡ് ആവും. അഡ്ജസ്റ്റ് ഗെയിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് 5 ആണ് ടൈപ്പ് ചെയ്യുന്നത്. സെറ്റ് ഗെയിൻ ഓട്ടോമാറ്റിക്കലി 10 + 5 59. ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സൗണ്ട് കൂടി ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഈ ഓഡിയോ സൗണ്ട് കുറയ്ക്കാനായിരിക്കും. ഓഡിയോ ഗെയിൻ എനിക്കൊരു കുറച്ച് സൗണ്ട് കുറയ്ക്കണമായിരിക്കും, ഒരു 10 സൗണ്ട് കുറയ്ക്കണമായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ സെറ്റ് ഗെയിൻ്റെ അവിടെ നേരെ 5 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 10 കുറയ്ക്കണമെങ്കിൽ 15 10 പോയാൽ 5. ഒന്നെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ നേരെ 5 ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ മൈനസ് വാല്യൂ ടൈപ്പ് ചെയ്യാം. ഇവിടെ -10 ടൈപ്പ് ചെയ്യാം. കണ്ടോ നേരെ സെറ്റ് ഗെയിൻ 5. അപ്പോൾ അങ്ങനെ നമുക്ക് സൗണ്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് കൂട്ടി തരണം. വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിയോ ഗെയിൻ്റെ അവിടെ പോവുക. സെറ്റ് ഗെയിൻ്റെ അവിടെ ഓപ്ഷൻ എടുക്കുക. സെറ്റ് ഗെയിൻ 0 ടൈപ്പ് ചെയ്യുക. ഓക്കെ അടിക്കുക. ഇനി നമുക്ക് സൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഡിയോ ട്രാക്കിന്റെ അവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് അടിയിക്ക് ഇടും. ഈ കീ ഫ്രെയിംസ് നമുക്ക് ആവശ്യമില്ല. ഈ കീ ഫ്രെയിംസ് ജസ്റ്റ് ഓഫ് ആക്കണമെങ്കിൽ ഈ ലെവലിന്റെ അവിടെ ഉള്ള ഈ ഓപ്ഷൻ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ക്ലോക്കിന്റെ അവിടെ ഉള്ളത്. അതിനുശേഷം കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫ്രെയിംസ് ഉണ്ടാവും. കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. കീ ഫ്രെയിം ഡിലീറ്റ് ആയി. നിങ്ങൾക്ക് ഒരു സെന്ററിൽ ഒരു ലൈൻ കാണാൻ പറ്റും. സൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ ലൈനിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ടോപ്പിലേക്ക് വരുത്തുക. ടോപ്പിലേക്ക് സൗണ്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അടിയിക്കുക.